നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മിക്സറാണ്. 1 കപ്പ് അരിപ്പൊടി, 2 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായംപൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇനി സേവനാഴിയിൽ ഓയിൽ തടവിയ ശേഷം അതിനകത്തേക്ക് നമ്മൾ ഇത് ഇട്ട് ഇടിയപ്പത്തിനൊക്കെ പിഴിയുന്ന പോലെ പിഴിഞ്ഞെടുക്കുക. ഈ വലിയ ചില്ല് വലിപ്പമുള്ള ചില്ലാണ് ഇടേണ്ടത്. ഇതിങ്ങനെ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് അത് 2 വശവും മറിച്ചിട്ട് വറുത്തെടുക്കുക. ഒരുപാട് സമയമൊന്നും മൊരിക്കണ്ട. ഇനി ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് കടലപ്പൊടി, 1/4 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ ഉള്ള പരുവത്തിലാക്കി എടുക്കുക. ഇനി ഇതൊരു അരിപ്പക്കയിലിൽ ഒഴിച്ചിട്ട് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഇങ്ങനെ ഇട്ട് മൊരിച്ചെടുക്കുക. 1/4 കപ്പ് പൊട്ടുകടല വറുത്തെടുക്കുക, 1/4 കപ്പ് കപ്പലണ്ടി വറുത്തെടുക്കുക, പിന്നെ ഒരു 3-4 മുളകും 7 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും വറുത്തെടുക്കുക. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇതിൽ വറുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ചെയ്ത ശേഷം ഇതിനകത്തേക്ക് കുറച്ചുകൂടി കായവും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് ടേസ്റ്റിനനുസരിച്ച്. നമ്മുടെ മിക്സ്ചർ റെഡി.